തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ 10 നിന്ന് 51 ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലേക്കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് ഇറങ്ങുന്നത്. പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തി CPM-നെയും BJP-യെയും കൊമ്പുകുത്തിക്കാനാണ് ശ്രമം. 48 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിൽ 27 വനിതകളുണ്ട്. 4 നിയമസഭാ മണ്ഡലങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നത് KS ശബരിനാഥനെ മത്സരിപ്പിക്കുന്നതിനു പിന്നിലെ കാരണമായി K മുരളീധരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് കോർപ്പറേഷനിലെ വിജയം ആക്കം കൂട്ടുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന വിശേഷണത്തോടെയാണ് KS ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ 24-കാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിനെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിൽ മത്സരിപ്പിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമ വിദ്യാർത്ഥിനിയുമായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. വിവിധ TV ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരകയായി തിളങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു. ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ്. ഇതുകൂടാതെ ആക്കുളം വാർഡിൽ നിലവിലെ കൌൺസിലർ ആക്കുളം സുരേഷിന്റെ ഭാര്യ സുധാകുമാരി സുരേഷും, പാളയം വാർഡിൽ തിരുവനന്തപുരം മുൻ MP A ചാൾസിന്റെ മരുമകൾ ഷേർലിയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. മറ്റു പ്രധാന വാർഡുകളിൽ ഉള്ളൂർ ജോൺസൺ ജോസഫ്, കഴക്കൂട്ടത്ത് MS അനിൽകുമാർ, പൗടിക്കോണത്ത് ഗാന്ധി സുരേഷ്, അതുപോലെ ചെങ്കോട്ടുകോണത്ത് VI സരിത, ഗൗരീശപട്ടത്ത് സുമ വർഗീസ്, പേട്ടയിൽ D അനിൽകുമാർ, നാലാഞ്ചിറയിൽ ത്രേസ്യമ്മ തോമസ്, മണക്കാട് ലേഖ സുകുമാരൻ, കുടപ്പനക്കുന്ന് അനിത S എന്നിവരും സ്ഥാനാർത്ഥികളാകും. കാട്ടായിക്കോണം സുചിത്ര A, കാര്യവട്ടത്ത് ജയന്തി, പാങ്ങാപ്പാറയിൽ നീതു രഘുവരൻ, പാതിരപ്പള്ളി SP സജികുമാർ, അമ്പലമുക്കിൽ അഖില A, നെട്ടയത്ത് ആശ മുരളി, കാശാണിയിൽ രാജി SB, വാഴോട്ടുകോണത്ത് P സദാനന്ദൻ, കൊടുങ്ങാനൂരിൽ S രാധാകൃഷ്ണൻ നായർ, വട്ടിയൂർക്കാവിൽ ഉദയകുമാർ S എന്നിങ്ങനെ വാർഡുകളിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നാളെ മുതൽ ഇത്തരത്തിൽ പ്രചരണം ആരംഭിക്കും. 12 ദിവസമായിരിക്കും ഇത്തരത്തിൽ പ്രചരണം ഉണ്ടാവുക. ജയിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് പ്രചരണത്തിന് ഇറങ്ങുക. എന്തായാലും 10 നിന്ന് 51 ഉയർത്താൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് ഇറങ്ങുന്നത്. CPM-നെയും BJP-യെയും തോൽപ്പിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് പ്രചരണത്തിന് ഇറങ്ങുന്നത്.